ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ബീൻസ് മെഴുക്കുവരട്ടിയാണ്. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ബീൻസും ഒന്നോ രണ്ടോ സവാളയും കുറച്ച് കറിവേപ്പിലയും മാത്രം മതി. ബീൻസ് ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. മെഴുക്കുവരട്ടിക്ക് അങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച ശേഷം സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാൻ മീഡിയം സൈസ് 2 സവാളയാണ്, അത് ഇതുപോലെ അരിഞ്ഞത് ഒന്നിട്ട് വഴറ്റിയെടുക്കണം. അത് ഏകദേശം വഴണ്ട് വരുന്ന ടൈമിൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചരിച്ചാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിയുകയാണെങ്കിൽ ഒരു ഭംഗിയാണത് കാണാൻ. അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒന്നി സിമ്മിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മാക്സിമം അടച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ഇത് കുക്കായി കിട്ടും. ഇവിടെ ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല, വറ്റൽമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഏകദേശം മെഴുക്കുവരട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ മെഴുക്കുവരട്ടിയിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെഴുക്കുവരട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.